ഒരുമിച്ച് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തതാ. അപ്പൊ ഞാൻ ജോയിൻ ചെയ്ത് 1 മന്തിന് ശേഷം ഇവൻ ജോയിൻ ചെയ്തത്. പക്ഷെ ഇവന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് എന്റെ ഒരു പിക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജാട, ഭയങ്കര ഒരു അഹങ്കാരി, അങ്ങനത്തെ ഒരു പിക്ചർ ആയിരുന്നു ഇവനുണ്ടായിരുന്നത്. നമുക്ക് രണ്ടുപേർക്ക് പരസ്പരം ഇഷ്ടമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം നോക്കത്തോലും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ നോക്കി തുടങ്ങിയെന്നറിയില്ല. ഒരു ഡിസംബർ 23-ാം തീയതി ഞാൻ നാട്ടിൽ വരുന്ന ദിവസം. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവനെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ട്. എനിക്ക് ഇൻസ്റ്റ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവനെ എങ്ങനെയും കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇവൻ അന്ന് എൻ്റെ നമ്പർ ചോദിക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് ഞാൻ വേറൊരു ഫ്രണ്ടിൻ്റെ ഇവന്റെ നമ്പർ മേടിക്കുന്ന സമയത്ത് ഓൺ ദ സ്പോട്ട് പറഞ്ഞാലും വിശ്വസിക്കില്ല. അപ്പൊ അവന്റെ മെസ്സേജ് ഇങ്ങോട്ട് വന്നു. ഞാൻ നമ്പർ സേവ് ചെയ്യുമ്പോ ഇവന്റെ മെസ്സേജ് ഇങ്ങോട്ട് വന്നു. ഈ പ്രദക്ഷിണ വേദികൾ ഞങ്ങൾക്കൊരു പ്രൗഡ് മൂവ്മെന്റ് ആണിത്. മകൾക്കൊരു സന്തോഷം വരുന്ന ദിവസമാണ്. അപ്പൊ അത് ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ അവൾക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുത്തിട്ട് നല്ലൊരു ജീവിതം കൊടുക്കാൻ സാധിച്ചു എന്നൊരു കൃതജ്ഞതയിലിരിക്കുന്നു. ഒരു മകൾക്ക് അല്ലെങ്കിൽ മകൻ ഏറ്റവും കൂടുതൽ സന്തോഷം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങൾ രണ്ടുപേരും. അവരുടെ ആഗ്രഹം പറഞ്ഞു നൽകി, നമ്മളത് നിരസിച്ചില്ല, അത് അംഗീകരിച്ചു. പക്ഷെ ഇപ്പോ അവര് കൂടുതൽ ഇടപഴകി കഴിഞ്ഞപ്പോ അതൊരു നല്ലൊരു തീരുമാനമായിരുന്നു എന്ന് ഇപ്പൊ ഞങ്ങളോട് എത്ര താല്പര്യമുണ്ടോ അത്രയും താല്പര്യം അവരുടെ ഫാമിലി ആയിട്ട് അവർക്ക്. സോ ഞങ്ങൾ നിരന്തരം സ്ഥിരമായിട്ട് ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ചേർത്ത ഒരാളാണ്. ഞങ്ങൾ ഡെയിലി വാട്സപ്പിൽ വീഡിയോ കോളിൽ സംസാരിക്കുന്നതിനും ഞങ്ങൾക്ക് ഒരു മകൻ എത്രയോ അടുപ്പുണ്ട് അത്രത്തോളം അടുപ്പം, അതിൽ കൂടുതൽ അടുപ്പം ഞങ്ങൾ പറഞ്ഞു. അവർക്ക് രണ്ടുപേർക്കും എല്ലാവിധ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ഉണ്ടാവാൻ സർവേശ്വരൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ രണ്ടുപേരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് കാലം ഒരേ മനസ്സോടുകൂടെ ഒരേ ഹൃദയത്തോടുകൂടെ ഒരുമിച്ച് പള്ളിയിലൊക്കെ പറയുന്ന ഒരു സമ്പത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിഷമത്തിലും സന്തോഷത്തിലൊക്കെ ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ഇവർ രണ്ടുപേർക്കും സാധിക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.